അച്ഛൻ്റെ സ്ഥാനമാണ് ഏട്ടന്. ഏട്ടനെ അനുസരിച്ചില്ലെങ്കിൽ അത് ഞാൻ ഉപദേശിച്ചുണ്ടാവുന്ന ആളുകൾ പറയും എന്ന് കരുതി എത്ര എന്ന് വെച്ചാ വിറ്റു തൊളിക്ക. ഞാൻ മോശക്കാരി ആയാലും വേണ്ടില്ല, സ്വത്ത് തന്നെയാ പ്രധാനം അല്ലേ? കാർത്തികേ, ഏതാവും എനിക്ക് പ്രധാനം എന്ന് പറഞ്ഞിട്ട് വേണം അറിയാൻ. അനിയൻ എന്താ പഠിക്കാതിരുന്നത്? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. 6 വരെ പഠിച്ചു, പരീക്ഷയ്ക്ക് തോറ്റു. 2ാം കൊല്ലക്കാരനായി വീണ്ടും അതേ ക്ലാസ്സിൽ പോവാൻ മടി. പോയില്ല. കല്യാണി അമ്മ കുറെ ഉപദേശിച്ചു, കൂട്ടാക്കിയില്ല. ഏട്ടൻ ശാസിച്ചില്ലേ? ഏട്ടനോ? ഏട്ടൻ വിവരം അറിഞ്ഞത് തന്നെ പിന്നെ എപ്പോഴും ആണ്. അതെന്താ അങ്ങനെ? എല്ലാവർക്കും അവരവരുടെ കാര്യം നോക്കാനേ സമയമുള്ളൂ. എനിക്ക് മാത്രം മറിച്ചു. അനിയും പഠിക്കണമായിരുന്നു. പഠിക്കാതിരുന്നത് കൊണ്ട് എന്താ എത്ര നഷ്ടപ്പെട്ടതെന്ന് മനസ്സിലാവില്ലിപ്പോ. ശരിയാണ് മാഷേ, എനിക്കും ഇപ്പൊ അത് തോന്നുന്നു. കല്യാണം കഴിച്ച കുട്ടിക്ക് പഠിപ്പുണ്ട്. അക്കുട്ടിക്ക് മനസ്സിലാവണത്രയും കാര്യങ്ങൾ പറയാനുള്ള വിവരം എനിക്കില്ല. പാവം, എനിക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ മാത്രം പറയാൻ താഴേക്ക് ഇറങ്ങി വരികയാണ്. അതൊരു വലിയ ഭാഗ്യമാണ് നീ. സ്വന്തം ഭർത്താവിന് മനസ്സിലാകാൻ വേണ്ടി സ്വയം താഴേക്ക് ഇറങ്ങി വരാൻ തയ്യാറാവുന്ന ഒരു ഭാര്യയെ കിട്ടാൻ തപസ്സിരിക്കണം. ആ മാഷ് പറഞ്ഞതറിയോ? കാർത്തികയെ പോലൊരു ഭാര്യയെ കിട്ടാൻ തപസ് ചെയ്യണമെന്ന്. ആ മാഷക്ക് എന്നെ എങ്ങനെ അറിയാം? മാഷ് എന്തിനാ അറിയണ? ഞാൻ അറിഞ്ഞാ പോരെ? ഞാൻ എപ്പോഴാണാവോ തപസ് ചെയ്തത്? മുജ്ജമ്മത്തില് ഹിമാലയത്തിന്റെ മുകളിൽ ജടയും താടിയും വളർത്തി മഞ്ഞിന്റെ മുകളിൽ തപസ്യായിരുന്നില്ലേ എന്നെ കിട്ടാൻ? ജടയും താടിയും വളർത്തിയിട്ടോ? ആയി, നല്ല രസമായിരുന്നിരിക്കുമല്ലോ കാണാൻ. തപസ് ചെയ്തിട്ടുണ്ടാവുക ഞാനാവും ഈ സ്നേഹവും ഈ ജീവിതവും വരമായി കിട്ടാൻ. ഇത്രയും വൈകിയപ്പോ ഇനി പുലർച്ചയ്ക്ക് വരവുണ്ടാവും കരുതി. അവിടെ കുറി എങ്ങനെയാ? മണികണ്ഠന് ക്ഷീണാണോ അതോ അത് ആദ്യം പറയാം അമ്പരാൻകുട്ടി, എന്നിട്ടാവും ബാക്കി കാര്യം. ഹായ്, ഇപ്പോഴത് മനസ്സിൽ വെച്ചോണ്ടിരിക്കുക. ആനയുടെ പ്രകൃതം തന്നെ പുഷ്പാങ്കദനും. തമ്പുരാൻകുട്ടിയുടെ കല്യാണത്തിന്റെ വകയൊന്നും പുഷ്പാങ്കദന് കിട്ടിയില്ല. അതിനെന്താ, കോവിലകത്തേക്ക് വന്നോളൂ. ഷോ, പരിഭവിക്കണ്ട. കോവിലകത്തേക്ക് വന്നോളൂ എന്ന് പറഞ്ഞത് മണികണ്ഠനെയും കൂടെ ചേർത്ത് തന്നെയാണ്. പിന്നെ പുഷ്പാങ്കദ, ഒരു കാര്യമുണ്ട്. പോവണതിന് മുമ്പ് ഒന്ന് കാണണം. കാണലൊക്കെ ആവാ, വെറും കൈയോടെ കണ്ടാ പറ്റില്ല. വേണ്ട രീതി തന്നെ കണ്ടോളാം. പോരെ? മതി. അല്ലട മോനെ. അവിയില് പാകാക്കി പഠിത്തണം ഒഴിച്ചോളൂ. അരി നല്ല അസലായിട്ട് കഴുകിയിരിക്കണം. ഒറ്റ കല്ലുണ്ടാവാൻ പാടില്ല. ഇപ്പോഴത്തെ അരിയാ വിശ്വസിക്കാൻ പറ്റില്ല. ഒന്ന് വേഗം ചെരണ്ടടോ, എത്ര നേരമായി ചൊറിഞ്ഞോണ്ടിരിക്കണോ? പരമനേർക്ക് കോളായല്ലോ. 600 പേർക്കല്ലേ സദ്യ. എന്ത് ഗോളന്റെ തമ്പുരാന്, ഇത്രയും പേർക്ക് വെച്ചു വിളമ്പി കഴിയുമ്പോഴേക്കും സ്വന്തം വിശപ്പ് കെടും. അതാണ് ദഹനക്കാരന്റെ യോഗം. പിന്നെ എന്താന്ന് വെച്ചാൽ കിട്ടുന്ന കല്യാണം കൊണ്ട് 10 ദിവസം 10 ദിവസം. ഇതെന്താ 1-ാം പാല? നാളാണ്ടായപ്പോ കരുതി ഇനി നാളെ ഉപായത്തിനൊരു വരവേ ഉണ്ടാവുള്ളൂന്ന്. ദേഹണ്ണപ്പുരയിലെ ഇരിക്കും കാലമായിട്ട് എത്തിയാൽ മതിയല്ലോ കരുതി ഇങ്ങനെ പിഴിയ. അനിയനെപ്പത്തി വൈകിട്ട് തന്നെ എത്തി. ഞാനല്ലേ എവിടെയും ആദ്യ അവസാനക്കാരൻ. മാഷക്കറിയോ, അനിയൻ തമ്പുരാൻ അല്ലാണ്ട് ഈ നാട്ടിലൊരു ഉത്സവോ കല്യാണോ അടിയന്തരോ ഉണ്ടോ? പക്ഷെ എന്ന് കരുതി തമ്പുരാന്റെ ഏട്ടൻ എങ്ങനെയല്ലാട്ടോ, ചടങ്ങിനൊന്ന് വരും. വന്നാലോ എല്ലാത്തിനും ചുമതലക്കാരൻ താനാണെന്ന് ഭാവിക്കുകയും ചെയ്യും. നാളെ കണ്ടോളൂ പരമാരെ. ഏയ് ഏയ് പുഷ്പാങ്കദ, ഒന്നിക്ക. ഞാൻ പറഞ്ഞിരുന്ന കാര്യം പറഞ്ഞോ? ഇല്ല, പക്ഷേ ഒരു നിബന്ധന പറഞ്ഞിരുന്നു. അത് ഞാനും മറന്നിട്ടില്ല. കാല് വെക്കാന്, കാല് വെക്കാന്. എന്താ ഇപ്പം കളിക്കുക? അങ്ങോട്ട് വെക്കാന്. അവിടെ വിളിച്ചോളൂ. അങ്ങോട്ട് കളിക്കോളൂ. ഇവിടെ വെച്ച് ഇവിടെ കളിച്ചാന്, ഇങ്ങോട്ട് കളിച്ചാന്. എന്താ ഞാന കളിക്കുന്നത്? ഇവിടെ
അതെ പുഷ്പങ്കത, എന്തൊക്കെ കോലാ നീ കാണിക്കണേ? അവനോ ബുദ്ധിയില്ല, തനിക്കും ഇല്ലാണ്ടായോ? ബുദ്ധി ഉണ്ടായ 5 ഉറുപ്പ്യ വെറുതെ കിട്ടുമോ? ഉറുപ്പ്യക്കൊക്കെ വലിയ വിലയാ തമ്പുരാനെ. ആനപ്പുറത്തിരുന്ന് അങ്ങനെ വരുമ്പോ ഞാനൊരു സ്വപ്നം കണ്ടു. ഞാനൊരു രാജകുമാരൻ എഴുന്നള്ളി വന്നിറങ്ങുമ്പോ കൊട്ടും കുരവയും, രാജകുമാരിയായി കാർത്തിക, മോളീന്ന് പുഷ്പവൃഷ്ടി. ഞാൻ കണ്ടു. അതെങ്ങനെയാ? മനക്കണ്ണുണ്ട്. എന്റെ തമ്പുരാൻ കാണുന്ന സ്വപ്നം എന്റെയും കൂടെ അല്ലേ? കാർത്തിയെ, എനിക്ക് കുളിക്കാൻ കുറച്ച് ചൂടുവെള്ളം വേണോന്ന് പറഞ്ഞിരുന്നു. അതായോ നോക്കൂ. കല്യാണിയമ്മേ, ഒരു സംശയം. ഏട്ടന് ഇനിയൊരു ഏട്ടനുണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ ഒരു ഏട്ടത്തി ഉണ്ടായിരുന്നെങ്കിൽ, അവര് ഈ ഏട്ടത്തിയോട് ഇങ്ങനെ പറഞ്ഞ ഏട്ടനോ ഇവർക്കോ അത് രസിക്കോ? ഉണ്ണി ചോദിച്ചത് ശരിയാ, പക്ഷേ നമ്മളായിട്ട് ഒന്നിനും വഴി ഉണ്ടാക്കണ്ട. പണ്ട് തൊട്ടേ എനിക്കത് അനുഭവമാണ്. തമാശക്കാരനായ വെറും ഒരു കോമാളി. എല്ലാരും എന്നെ അങ്ങനെ കണക്കാക്കിയിട്ടുള്ളൂ. ഞാൻ എന്ത് പറഞ്ഞാലും ആരും വില വെക്കില്ല. ഇല്ലെന്ന് അനിയന് തോന്നുന്നതാണ്. ഉണ്ട്, ഉണ്ടാവണം. എങ്ങനെ? അതിനൊറ്റ വഴിയേ ഉള്ളൂ. ശരിയെന്ന് നല്ല ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രം തർപ്പിച്ച് പറയുക. അങ്ങനെ പറയുന്ന കാര്യങ്ങൾ ആരെന്ത് പറഞ്ഞാലും മാറ്റാണ്ടിരിക്കുക. ആദ്യമൊക്കെ വില വെച്ചില്ലെന്ന് വരും, പക്ഷെ പിന്നെ പിന്നെ അത് മാറും. വില വെച്ചേ മതിയാകൂന്ന് വരും. ആരുടെയാ മാഷ ഈ കവിത? മാഷ് കല്യാണം കഴിക്കാത്തതിന്റെ രഹസ്യം ഇന്നാ എനിക്ക് മനസ്സിലായത്. സ്നേഹിച്ചിരുന്ന പെൺകുട്ടി മറ്റാരെയോ കല്യാണം കഴിച്ചു പോയത്രേ. എന്നിട്ടും ആ കുട്ടിയെ മനസ്സിൽ വിചാരിച്ച് ഒറ്റയ്ക്ക് കഴിയാണ് പാവം. ഞാൻ ഓരോന്ന് കുത്തി കുത്തി ചോദിച്ചപ്പോ പാവം എല്ലാം തുറന്നു പറഞ്ഞു. ആരുടെയും കുറ്റമല്ലാത്രേ, ആശിക്കാൻ മാത്രമായിരുന്നു വിധിയെന്ന്. എന്നെങ്കിലും എപ്പോഴെങ്കിലും ആ കുട്ടി തിരിച്ചു വന്നാ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മനസ്സിന്റെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണത്രേ. കേട്ടപ്പോ എന്റെ കണ്ണ് നിറഞ്ഞു. കഥകളിലും മറ്റും കാണാറില്ലേ അക്കൂട്ട്? മാഷിന്റെ പുസ്തകത്തിന്റെ ഉള്ളിൽ നിന്ന് ആ കുട്ടി എഴുതിയ ഒരു കവിതയുടെ കടലാസ് എന്റെ കയ്യിൽ കിട്ടി. അങ്ങനെ ഞാൻ ഈ കഥ അറിയണ തന്നെ. നല്ല രസമുള്ള കവിതയായിരുന്നു. ഛോ, എന്തായിരുന്നു അതിന്റെ വരികൾ? നാവിന്റെ തുമ്പത്തുണ്ടായിരുന്നതാ, മറന്നു. അച്ഛന്റെ കത്തുണ്ടായിരുന്നു. എന്താ വിശേഷിച്ച്? കാവില് താലപ്പൊലിയാണ്, രണ്ടാളും വന്ന സന്തോഷാവുന്ന്. പോവോ? പോവോന്നോ? പോയി ചെന്ന് നിന്ന് നടത്തി കൊടുക്കാം താലപ്പൊലി, പോരെ? ആ, ഓർമ്മ വന്നു. ഞാൻ ചൊല്ല ആ കവിത. പൂവിതൾ തൂവൽ തുമ്പാലേ മാനസ ശ്രീലക വാതിലിൽ നീയുരുമ്മി.
അല്ല, മാഷ് ഇവിടെ സ്വപ്നം കണ്ടിരിക്കുക? അതെങ്കിലും വേണ്ട ഇനിയെ സ്വന്തമായിട്ട്. അത് ശരിയാ. ഞാൻ ദേ അമ്പലത്തിൽ നിന്ന് പറഞ്ഞ വഴിയാ. ഒരു പായസം വഴിപാടുണ്ടായിരുന്നു. മാഷിക്ക് അല്പം തരാന്ന് കരുതി. പായസം കഴിച്ചു. എന്നാൽ എന്താ വിശേഷം എന്ന് ചോദിച്ചില്ല. എന്താണ്? ഇന്നൊരാളുടെ പിറന്നാളാ. ആരുടെ എന്നല്ലേ? എന്റെ തന്നെ. അതെ. ആ, എന്നിട്ടെന്താ ഒറ്റയ്ക്ക്? അതോ, അവിടെ ആഘോഷത്തിന്റെ തിരക്കാ. പാചകം, സദ്യ, അങ്ങനെ. വരട്ടെ. ആ. നിലവരത്തെ ഔസേപ്പ് മാപ്പിള ഇന്നലെയും കണ്ടപ്പോൾ ചോദിച്ചു. ആ മേലേപ്പര വളപ്പമ്മൽ അയാൾക്കൊരു നോട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ നല്ല വില ഈടാക്കാം. അത്യാവശ്യം ബാധ്യതകൾ തീരുകയും ചെയ്യും. വല്ലതും ചില്ലറ ബാക്കിയുണ്ടാവും. ഞാനും അതന്നെ ആലോചിക്കണം. അല്ലാണ്ട് വേറൊരു മാർഗവുമില്ല. താൻ അയാളെ കണ്ട് ഇടപാട് ഉറപ്പിക്കുക. നാളെ ഞായറാഴ്ച, നാളെ കഴിഞ്ഞ് പ്രമാണം രജിസ്റ്ററാക്കാം. ഓ, ആ കുട്ടാ, ഞാൻ നിന്നെ വിളിക്കാൻ തുടങ്ങായിരുന്നു. മറ്റന്നാൾ ഒരു പ്രമാണം രജിസ്റ്ററാക്കാനുണ്ട്, ആ മേലേത്ര വളപ്പിന്റെ. ബുദ്ധിമുട്ടാവുമല്ലോ ഏട്ടാ. ബുദ്ധിമുട്ടോ? അതെ, രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, മറ്റന്നാൾ കാർത്തികയുടെ നാട്ടിലെ കാവില് താലപ്പൊലിയാണ്, ചെല്ലാമെന്ന് ഏറ്റുപോയി. രണ്ടാമത്, ഇതിപ്പോ കുറെ ആയില്ലേ രജിസ്റ്റർ ആക്കുന്നു വിറ്റഴിക്കുന്നു. എന്നാ ഇതിനൊരു അവസാനം? കുട്ടാ, അത്രയ്ക്ക് അത്യാവശ്യം ഇവിടെ എന്താണെന്ന് ഞാൻ കൂടെ ഒന്ന് അറിയട്ടെ. അത്യാവശ്യം ഇല്ലെങ്കിൽ ഏട്ടൻ തമ്പുരാൻ ഒരു കാര്യത്തിന് മുതിരോ? മുതിരും. പറഞ്ഞിളക്കി സ്വാധീനിക്കാനുണ്ടല്ലോ തന്നെ പോലുള്ള ആൾക്കാർ. കോവിലകത്തെ സ്വത്തുക്കളുടെ കാര്യം ഞങ്ങൾ ഏട്ടനും അനിയനും തമ്മിൽ പറഞ്ഞോളാം. താൻ ചെല്ലപ്പെട്ടിയായി നിൽക്കേണ്ടടുത്ത് നിന്നാ മതി. പറയൂ ഏട്ടാ, ഈ കോവിലകത്ത് പണത്തിന് എന്താ ഇത്ര ഞെരുക്കം? നീ അവരുടെയും വാക്കുകൾ എന്നെ വിസ്തരിക്കാൻ വരിക? ആരുടെയും വാക്ക് കേട്ടിട്ടല്ല. എന്താ അല്ലാണ്ട് എനിക്ക് ചോദിച്ചൂടെ? കുട്ടാ, ധിക്കാരം കൂടി പോണു. ശബ്ദമുറച്ച് എന്തെങ്കിലും മിണ്ടിപ്പോയാൽ ഉടനെ ധിക്കാരായി. പറഞ്ഞും പേടിപ്പിച്ചും ഇത്ര നാൾ എന്നെ മിണ്ടാതിരുന്നില്ലേ? ഇനി മതി. എനിക്കറിയണം, വസ്തുവകകൾ വിറ്റ് പണം ഉണ്ടാക്കേണ്ട അത്യാവശ്യം ഇപ്പോഴെന്താ? അറിയാൻ എനിക്ക് എന്താ അവകാശമില്ലേ? അറിയണം. അറിഞ്ഞിട്ടേ വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ പറ്റൂ. കല്യാണിയമ്മേ, ഞാൻ പറഞ്ഞതിൽ ഗുരുത്വ ദോഷമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ഉണ്ണിയെ. ദുർബുദ്ധി ഉപദേശിക്കാൻ ഇങ്ങനെ ആളുണ്ടായിട്ടാ ഈ തലതിരിച്ചില്. ഛീ, ആ വടക്ക്. നാണം കെട്ട ബന്ധത്തിന്റെ മേലുള്ള അധികാരം കൂത്താടുന്ന കൂരേ മതി. ഇത് കോവിലകമാണ്. ഇവിടെ ആരും നിന്നെ അകത്തമ്മയെ വായിച്ചിട്ടില്ല. ഒരക്ഷരം ഉഴിയാടി പോകരുത്. ഞാനിപ്പോ ഒരാണായി അല്ലേ? ഞാനും ഇപ്പോഴാണ് അറിഞ്ഞത് ഇത്രയും ധൈര്യവും ശൗര്യവും എന്നിൽ ഉറങ്ങിക്കിടപ്പുണ്ടെന്ന്. നാളെ പുലർച്ചയ്ക്ക് നാട്ടിലേക്ക് പോവാം. എന്താ? വേണ്ട, ഏട്ടൻ പറഞ്ഞതനുസരിച്ചാ മതി. അത് ഞാനല്ലേ തീരുമാനിക്കാൻ. ഈ മുഖത്ത് നോക്കിയാൽ ഒന്ന് ശകാരിക്കാൻ കൂടി വയ്യ.